ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അംബിക വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിനായക ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. ഭാദ്രപാദ മാസത്തിലെ വിനായക ചതുർത്ഥിയാണ് ചതുർത്ഥികളിൽ ഏറെ വിശേഷപ്പെട്ടതായി കരുതുന്നത്. സകല വിഘ്നങ്ങളും നീക്കുന്ന വിഘ്നേശ്വരനായ ഗണപതിയുടെ ജന്മദിവസമായി വിശ്വാസികൾ ആചരിക്കുന്നത് ഈ ദിവസമാണ്. ഇതാണ് ഭാരതമൊട്ടാകെ ഗണേശ് ചതുർത്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഭാരതത്തിൽ നിലനിൽക്കുന്ന മറ്റ് ആഘോഷങ്ങളെപ്പോലെ തന്നെ ഗണേശ് ചതുർത്ഥി ആഘോഷവുമായി ബന്ധപ്പെട്ടും പല വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ശാപങ്ങളുടെയും ശാപമോശങ്ങളുടെയൊക്കെ കഥകൾ ഗണേശ് ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പുരാണങ്ങളിൽ കാണാൻ കഴിയും. അത്തവും ചതുർത്ഥിയും നിലാവ് കാണരുതെന്ന്, അതായത് ചന്ദ്രനെ കാണരുതെന്ന് പറയുന്നതിന് പിന്നിലും അത്തരത്തിലൊരു ശാപത്തിൻ്റെയും ശാപമോശത്തിൻ്റെയും കഥയുണ്ട്. മോദകപ്രിയനായ ഗണപതിയുടെ ഏറെ രസകരമായ ഒരു ഐതിഹ്യമാണിത്. ഒരിക്കൽ ചന്ദ്രലോകത്തിൽ നടക്കുന്ന വിരുന്നിലേക്ക് മഹാഗണപതിയും ക്ഷണിക്കുകയുണ്ടായി. പല വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കിയെങ്കിലും മോദകപ്രിയനായ ഗണേശൻ തൻ്റെ ഇഷ്ടവിഭവമായ മോദകം തന്നെയാണ് ഏറെ കഴിച്ചത്. ഒടുവിൽ യാത്രയിരിക്കുന്ന സമയം ചന്ദ്രദേവൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ചധികം മോദകം ഗണപതി കൂടെ കൊണ്ടുപോരുകയും ചെയ്തു. എന്നാൽ ഭാരക്കൂടുതൽ കാരണം കുറേ മോദകം താഴേക്ക് വീഴുകയും അത് കണ്ട് ചന്ദ്രഭഗവാൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. എന്നാൽ ചന്ദ്രഭഗവാന്റെ ചിരി അപമാനമായി തോന്നിയ ശ്രീ ഗണേശൻ ചന്ദ്രഭഗവാനെ ശപിച്ചു. ഏതൊരുവൻ നിന്നെ ദർശിക്കുന്നുവോ അവന് കള്ളനെന്ന പേര് വരും, അങ്ങനെ നിന്നെ അവർ വെറുക്കും എന്നതായിരുന്നു ഗണേശ ശാപം. എന്നാൽ അതിഥി മര്യാദയിൽ അബദ്ധം സംഭവിച്ചു പോയതിൽ പശ്ചാത്താപം തോന്നിയ ചന്ദ്രഭഗവാൻ ഗണപതിയോട് ക്ഷമാപണം നടത്തുകയും ശാപമുക്തി നൽകുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ നൽകിയ ശാപം തിരിച്ചെടുക്കുക അസാധ്യമായിരുന്നു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ശ്രീ ഗണേശൻ പറഞ്ഞു, ഇന്ന് ഭാദ്രമാസത്തിലെ ചതുർത്ഥിയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എല്ലാ കാലങ്ങളിലുള്ള ഭാദ്രപാദ മാസത്തിലെ ചതുർത്ഥിക്കും നിന്റെ ദർശനം എല്ലാവരും ഒഴിവാക്കട്ടെ. അങ്ങനെയാണ് അത്തവും ചതുർത്ഥിയും നിലാവ് കാണരുതെന്ന ചൊല്ല് നിലവിൽ വന്നത്. ചതുർത്ഥി ദിനത്തിൽ ചന്ദ്രനെ ദർശിച്ചാൽ ചീത്തപ്പേര് കേൾക്കുമെന്നും മോഷണക്കുറ്റം ആരോപിക്കപ്പെടുമെന്നാണ് വിശ്വാസം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്